പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ. വേടനെതിരെ ഒരു സ്ത്രീ വെറൊരു സ്ത്രീയല്ല, ഒരു ഡോക്ടർ പീഡന ആരോപണവുമായിട്ട് വന്നിരിക്കുക. ഞാനൊരു കലാകാരനാണ്. ഞാൻ എൻ്റെ കല ചെയ്യുന്നു, ആ കല നിങ്ങൾ കേൾക്കുന്നു. 5 തവണയോ മറ്റോ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. എന്നെ കണ്ട് ഇതാരും പഠിക്കരുത്. ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്തും. വേടൻ അഗ്നിശുദ്ധി തെളിയിച്ച് പുറത്തു വരട്ടെ. അദ്ദേഹത്തിന്റെ സൽകീർത്തി ലോകം പ്രചരിക്കട്ടെ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഗോവിന്ദൻ മാസ്റ്റർ ഇദ്ദേഹം ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകനാണ് എന്നൊരു സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തു. വേടൻ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് ഇതെന്നാ പറ്റിയേ? കഴപ്പ്. വേടനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. വേടനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരൻ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഭാവി തലമുറയുടെ ഒരു മാർഗദീപം, ഒരു ധ്രുവ നക്ഷത്രമായിട്ടുള്ള ഒരാളെ പോലീസ് അങ്ങനെ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നല്ല. ഇത് ഞാൻ അതുകൊണ്ടൊരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടയ്ക്ക് കേരളത്തിലെ സാംസ്കാരിക രംഗത്തുണ്ടായി ഏറ്റവും വലിയ വിസ്ഫോടനം, അല്ലെങ്കിൽ സാംസ്കാരിക സുനാമി എന്താണെന്ന് ചോദിച്ചാൽ അത് റാപ്പർ വേടനാണ് എന്ന് ഞാൻ പറയും. ഇതിനു മുമ്പ് നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഒരു ഗായകൻ, അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ സംഗീതം സംവിധാനം നിർവഹിച്ച്, അദ്ദേഹം തന്നെ ആലപിക്കുന്ന ചില ഗാനങ്ങളുമായിട്ട് മലയാളക്കരയെ കീഴടക്കുക. കേരള സർക്കാരിൻ്റെ എന്തോ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി എക്സൈസുകാർ പുള്ളിക്കെതിരെ കഞ്ചാവ് കേസെടുക്കുകയും പിന്നീട് പോലീസുകാർ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കുകയൊക്കെ ചെയ്തു. അത് വലിയ വിവാദമായി. കഞ്ചാവ് പിടിച്ചത് അദ്ദേഹം സമ്മതിച്ചു, പക്ഷേ പോലീസ് പിടിച്ചു വെച്ചത് തെറ്റായിരുന്നു എന്ന് ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ നമ്മുടെ മൗദൂദി ചാനലിലെ അടുപ്പൂട്ടി ചർച്ചക്കാർ കൂടി പിരിച്ചു. അപ്പോൾ സർക്കാർ ഡിഫൻസിലായി. ആ മന്ത്രി ബിന്ദു വേടനെ അഭിനന്ദിച്ചു. ഗോവിന്ദൻ മാസ്റ്റർ ഇദ്ദേഹം ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകനാണ് എന്നൊരു സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തു. മൗദൂദികൾ ഒരു ഭാഗത്തും സഖാക്കൾ മറുഭാഗത്തുമായിട്ട് വേടനെ എടുത്ത് ആകാശത്തോളം ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ചില കൂതികൾ അതിനെ എതിർത്തു. ഈ വേടൻ ഒരു നല്ല മാതൃകയല്ല, ഇയാളുടെ പാട്ടുകളും നല്ലതല്ല, അയാൾക്ക് പാടാനും അറിയില്ല എന്നൊരു വിഭാഗം. ഇവയാൾ കഞ്ചാവടിച്ച് പാടുന്ന ആളാണ്, അല്ലെങ്കിൽ കള്ളു കുടിച്ച് പാടുന്ന ആളാണ്, അതുകൊണ്ട് അയാളുടെ പാട്ട് ശരിയല്ല എന്ന് വേറൊരു കൂട്ടർ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വേടൻ്റെ അത്യുത്കൃഷ്ടമായ കാവ്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാഠപുസ്തകത്തിൽ ചേർക്കാൻ താല്പര്യപ്പെടുന്നു. അതിനെതിരെ പരാതി വരുന്നു. സുപ്രസിദ്ധ ഭാഷാ പണ്ഡിതനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ MM ബഷീർ ഇത് പരിശോധിച്ച് ഇയാളുടെ കവിത സ്കൂളിൽ പഠിപ്പിക്കാനും കൊള്ളില്ല, കോളേജിൽ പഠിപ്പിക്കാനും കൊള്ളില്ല, പഠിപ്പിക്കാനേ കൊള്ളില്ല എന്ന് പറഞ്ഞ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കും. ഇതൊന്നും കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യമല്ല. ഇതിനെ അമേരിക്കയിലെ നീഗ്രോകളുടെ ഈ ലിബറേഷൻ മ്യൂസിക്കുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യവുമില്ല. ഇതൊന്നും ഇതിൽപ്പെട്ട കാര്യമല്ല. അപ്പോൾ മാത്രമല്ല, BA ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് താരതമ്യ പഠനം നടത്താനുള്ള പ്രാപ്തിയും ഉണ്ടാകില്ല. മലയാള ഭാഷ തെറ്റുകൂടാതെ എഴുതാൻ അറിയാവുന്ന കുട്ടികൾ കുറവാണ്. പിന്നീട് താരതമ്യ പഠനം നല്ല രസമായില്ല എന്ന് പറഞ്ഞ് ബഷീർ സാർ റിപ്പോർട്ട് കൊടുത്തു. അവിടെ ബഷീർ ഇവരുടെ വലിയൊരു വിരോധിയായിട്ട് മാറി. അവരൊക്കെ ബഷീറിനെ എതിർക്കാൻ നിന്നു. മൗദൂദി ചാനലടക്കം MM ബഷീറിന് മലയാളം അറിയില്ല, പുള്ളിക്ക് സംസ്കാരമില്ല, അദ്ദേഹത്തിന് സാഹിത്യത്തെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ല, അദ്ദേഹം ഒരു മലയാള അധ്യാപകനെ അല്ല എന്നുള്ള രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ പടച്ചു വിട്ടു. പുള്ളി ഇതൊന്നും ഗവനിക്കുന്ന ആളല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും ഇങ്ങനെ വേടവിരുദ്ധന്മാരും വേട ആരാധകരും എന്ന് പറഞ്ഞ് കേരളത്തിലെ സാംസ്കാരിക രംഗം ഇങ്ങനെ മൊത്തത്തിൽ നെടുകെ പിളർന്നു. അങ്ങനെ നിൽക്കുന്നു. ഒരു കൂട്ടർ ഇവിടെ വേടനെ ഇങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വേണ്ടേ വേടനെതിരെ ഒരു സ്ത്രീ വെറൊരു സ്ത്രീയല്ല, ഒരു ഡോക്ടർ പീഡന ആരോപണവുമായിട്ട് വന്നിരിക്കുക. വേടൻ എന്നു പേരുള്ള ഈ ഗായകൻ ഇവരെ സ്നേഹം നടിച്ച് വശപ്പെടുത്തുകയും അവരുടെ ഇഷ്ടത്തിന് വിപരീതമായി, അവരുടെ ഇംഗിതത്തിനെതിരായി 5 തവണയോ മറ്റോ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പീഡനം കഴിഞ്ഞിട്ട് കുറച്ച് ആളായി. പക്ഷേ ഈ വേടന് പ്രത്യേകിച്ച് ഇപ്പോൾ സമീപകാലത്ത് കിട്ടിയ വലിയൊരു മാധ്യമ ശ്രദ്ധ മുൻനിർത്തിയാണ് അവർ ഈ ആരോപണം ഉന്നയിച്ചത്. പീഡനത്തിന് ആരോപണം ഉന്നയിക്കാനായിട്ട് എത്ര കാലതാമസമൊന്നുമില്ല, എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഉന്നയിക്കാം. 6 കൊല്ലം കഴിഞ്ഞിട്ടോ 9 കൊല്ലം കഴിഞ്ഞിട്ടോ ഉന്നയിക്കുന്ന കേസും നിലനിൽക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പീഡനത്തിൻ്റെ പിറ്റേ ദിവസത്തിൻ്റെ പരാതി കൊടുക്കണമെന്ന് ഒരു സ്ഥലത്തുമില്ല.
അങ്ങനെ പരാതി കൊടുത്തിരിക്കുകയാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വേടനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. വേടനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരൻ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഭാവി തലമുറയുടെ ഒരു മാർഗദീപം, ഒരു ധ്രുവ നക്ഷത്രമായിട്ടുള്ള ഒരാളെ പോലീസ് അങ്ങനെ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് CPMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരും മന്ത്രി രാജീവിനെ പോലുള്ള ചിന്തകന്മാരൊക്കെ ഉള്ളതുകൊണ്ട് തൃക്കാക്കര പോലീസ് അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. മാത്രമല്ല, വേടൻ ഇതിനെതിരെ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മുൻകൂർ ജാമ്യ ഹർജി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതി അതിനോട് പൊതുവെ അനുഭാവപൂർണ്ണമായിട്ടാണ് പെരുമാറുന്നത്. നേരത്തെ സിദ്ദിഖിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചെങ്കിലും സുപ്രീം കോടതി അനുവദിച്ചു. അതിനു മുമ്പ് വിജയ് ബാബു എന്നൊരു നടൻ ഒരു സ്ത്രീയെ, ഒരു നടിയെ തന്നെ പീഡിപ്പിച്ച കേസുണ്ട്. അതിലും ഇയാൾ ഇന്ത്യക്ക് വെളിയിൽ പോയി, പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി രാജ്യത്തിന് പുറത്തു പോയി. എന്നിട്ട് പോലും പുള്ളിക്ക് ജാമ്യാപേക്ഷ അനുവദിച്ച് ജാമ്യം കൊടുത്തു. പുള്ളി നാട്ടിൽ വന്നിട്ട് ഈ പരാതി ഉന്നയിച്ച നടിയടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മറ്റുമൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ നാട്ടിൽ വേടനെ പോലെ ഒരു ചിന്തകന് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടേണ്ടതാണ്. ജാമ്യാപേക്ഷ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഹൈക്കോടതി ജഡ്ജി എഴുന്നേറ്റ് നിന്ന് വേട വെറുതെ പോകണ്ട എന്ന് പറഞ്ഞ് ജാമ്യം അനുവദിച്ചു, ഉത്തരവാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീയെക്കുറിച്ച് പലവിധ അപവാദ പ്രചരണങ്ങളും നാളെ മുതൽക്ക് ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കും. അതിനൊന്നും യാതൊരു സംശയവുമില്ല. കാരണം ഈ പരാതി കൊടുക്കുന്നവരുടെ ഭാഗത്തല്ല, പരാതിക്ക് പാത്രീഭൂതരാകുന്ന ആളുകളെക്കുറിച്ചല്ല, ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളോടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പൊതുവെ സഹാനുഭൂതിയും പ്രതിപത്തിയും. ഇതുകൊണ്ടൊന്നും വേടനെ കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വേടനെ വെച്ച കെണിയിൽ ഈ പരാതിക്കാരി കൊടുക്കാനാണ് സാധ്യത. നാട്ടിലുണ്ടായിട്ടുള്ള ഇതുവരെ ഉള്ള സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വേടൻജിക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതി ജാമ്യം അനുവദിക്കും. ഇനി ഹൈക്കോടതി കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി കൊടുക്കും. ആരും കൊടുത്തില്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടി ബിന്ദു കൂടി കൊടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം സഖാവിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കും. ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഇടതുമുന്നണിയോ വലതുമുന്നണിയോ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. ഏതായാലും വേടൻ അഗ്നിശുദ്ധി തെളിയിച്ച് പുറത്തു വരട്ടെ. അദ്ദേഹത്തിൻ്റെ സൽകീർത്തി ലോകം പ്രചരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തട്ടെ. 1ാം ക്ലാസ് മുതൽക്ക് MA വരെയുള്ള എല്ലാ ക്ലാസ്സിലും കുട്ടികൾ വേടൻ്റെ ഗാനവും വേടൻ്റെ സംഗീതവും ആസ്വദിച്ച് പുതിയ ഒരു തലമുറ ഉയർന്നു വരട്ടെ. വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ സഖാവ് ബാലഗോപാൽ കഞ്ചാവിൻ്റെ നികുതി പൂർണ്ണമായിട്ട് എടുത്തു കളയട്ടെ. അല്ലെങ്കിൽ അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുള്ള പോലെ, യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ചെയ്തിട്ടുള്ള പോലെ കഞ്ചാവ് നിയമവിധേയമാക്കട്ടെ. ഏതായാലും നമ്മുടെ മന്ത്രി രാജേഷ് കഞ്ചാവ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ലീഗലൈസ് ചെയ്തു. ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. നാട്ടിലെമ്പാടും ലിക്കർ ഷാപ്പുകളായി, ബാറുകളായി. അപ്പോൾ അത്രയും ഒരു ലിബറലൈസേഷൻ ഇവിടെ നടപ്പായി കഴിഞ്ഞ സ്ഥിതിക്ക് വേടനെ പോലെയുള്ള ഒരു കലാകാരനെ ഉദ്ദേശിച്ചിട്ടെങ്കിൽ ഈ കഞ്ചാവ് നിയമവിധേയമാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ NDPS എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന കാര്യമാണ്. സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാം, കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നല്ലൊരു നിയമം ഉണ്ടാക്കി വേടനെ പോലെയുള്ള മറ്റ് ആസ്ഥാന ഗായകരെയൊക്കെ കരകയറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വേടന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.